സംസ്ഥാന സെക്രട്ടറിക്കെതിരായ ഫോൺ സംഭാഷണത്തിൽ ഉൾപ്പെട്ട നേതാക്കളെ CPI സംസ്ഥാന കൗൺസിലിൽ നിലനിർത്തി. കമലാ സദാനന്ദനെയും KM ദിനകരനെയുമാണ് സംസ്ഥാന കൗൺസിലിൽ നിലനിർത്തിയത്. ഇരുവരും എറണാകുളം ജില്ലയിൽ നിന്നുള്ള അംഗങ്ങളുമാണ്. ശ്രീത്ത് ആലപ്പുഴയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ ചേരുന്നുണ്ട്. ശ്രീത്ത്, അവരെ നിലനിർത്തുന്നതിന് പിന്നിലുള്ള ചേതോവികാരം എന്താണ്? അതിനിടയിൽ പ്രകാശ് ബാബുവിന് മറുപടി പറയാൻ സമയം കിട്ടിയെന്നൊക്കെ ശ്രീത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. എന്താണ് മറുപടി പ്രശ്നം നിർത്തിച്ചു, മറുപടി പൂർത്തിയാകുമ്പോൾ പ്രസിഡിയം ബെല്ലടിച്ച് നിർത്തിച്ചു തുടങ്ങിയ കാര്യങ്ങൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് ആലപ്പുഴയിൽ? ശ്രീത്ത്. ഹാഷ്മി, സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കഴിവുകെട്ടവനാണ് എന്ന് പറയുന്ന ഫോൺ സംഭാഷണത്തിൽ ഉൾപ്പെട്ട രണ്ട് നേതാക്കളാണ് ആലപ്പുഴയിൽ നിന്നുള്ള എറണാകുളത്തു നിന്നുള്ള കമലാ സദാനന്ദനും ഒപ്പം KM ദിനകരനും. ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണം ചോർന്ന് പുറത്തു വന്നത് CPIക്ക് ഏറെ നാണക്കേടായിരുന്നു. ഈ രണ്ടുപേർക്കെതിരെയും നടപടിയെടുക്കണം എന്നുള്ള നിർദ്ദേശമുണ്ടായെങ്കിലും അത് ശാസനയിൽ ഒതുക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ രണ്ടുപേരെയും സംസ്ഥാന കൗൺസിലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നേരത്തെ സിനിമയിൽ പറഞ്ഞതുപോലെ കാല് തല്ലിയൊടിച്ച ആളുകളോട് ആശാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് രണ്ട് നേതാക്കളെയും സംസ്ഥാന കൗൺസിൽ നിലനിർത്തിയിരിക്കുകയാണ്. ഇന്നലെയാണ് ഈ പ്രകാശ് ബാബുവിന്റെ പ്രസംഗം നിർത്തുന്ന സംഭവം ഉണ്ടായത്. രാഷ്ട്രീയ റിപ്പോർട്ടിന് മറുപടി പറഞ്ഞത് ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ പ്രകാശ് ബാബു ആയിരുന്നു. പ്രകാശ് ബാബു കേരള രാഷ്ട്രീയം സംബന്ധിച്ച വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഘട്ടത്തിലാണ് പ്രസിഡിയം പലപ്പോഴായി ബെല്ലടിച്ച് മറുപടി പ്രസംഗം അവസാനിപ്പിക്കാൻ ശ്രമിച്ചത്. എന്തായാലും മറുപടി പൂർത്തിയാക്കാൻ പ്രകാശ് ബാബുവിന് കഴിഞ്ഞില്ല. ബെല്ലടി നിരന്തരമായപ്പോൾ ഈ പറയേണ്ടെങ്കിൽ താൻ പറയുന്നില്ല എന്ന് പറഞ്ഞ് ക്ഷുഭിതനായി പ്രകാശ് ബാബു സീറ്റിലേക്ക് മടങ്ങിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയം സംബന്ധിച്ച മറുപടി പ്രസംഗം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ദേശീയ ജനറൽ സെക്രട്ടറി D രാജ സംസാരിക്കുമ്പോഴും സമാനമായി പ്രസിഡിയം ബെല്ലടിച്ച് പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതായി ആക്ഷേപങ്ങളുണ്ട്. എന്തായാലും CPI സംസ്ഥാന സമ്മേളനത്തിനകത്ത് ഇതൊരു വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.